മലങ്കര കാതലിക് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങൾ എന്ന ഈ പരമ്പരയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഈ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സ്വയം ഭരണാവകാശത്തെക്കുറിച്ചും അതുവഴി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ലഭ്യമായ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി, സഭയുടെ തലവൻ എങ്ങനെയാണ് മേജർ ആർച്ച് ബിഷപ്പും കാതോലിക്കോസുമായി എന്നതിനെക്കുറിച്ചാണ്. ഈ അഭിമുഖ പരിപാടിയിൽ നമ്മോട് ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട ജോർജ് തോമസ് കൊച്ചുവിള അച്ഛനാണ്. പൗരസ്ത്യ കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് ബിരുദം സമ്പാദിച്ചിട്ടുള്ള അച്ഛൻ ഇപ്പോൾ മേജർ അതിരൂപതയുടെ തിരുവനന്തപുരം അതിഭദ്രാസനത്തിൻ്റെ ചാൻസലറായി ശുശ്രൂഷ നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ അച്ഛൻ സദാ ജാഗരൂകനാണ്. മേജർ അതിഭദ്രാസനത്തിൻ്റെ സെമിനാരിയുടെ പ്രൊഫസർ, അതോടൊപ്പം തന്നെ സെൻറ്റ് മേരീസ് പ്രസിൻ്റെ മാനേജർ, അതിനു മുമ്പ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിൻ്റെ മതബോധന ഡയറക്ടർ എന്നീ നിലകളിലൊക്കെ വ്യത്യസ്തമായ രംഗങ്ങളിൽ അച്ഛൻ തൻ്റെ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഈ അഭിമുഖ പരമ്പരയിലേക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് തോമസ് കൊച്ചുവിള അച്ഛനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബാറക്കുമോ സ്ലോമോ അച്ഛ. സ്ലോമോ. ബഹുമാനപ്പെട്ട അച്ഛ, എങ്ങനെയാണ് സഭയിലെ വിവിധ ശുശ്രൂഷ രീതികൾ ആരംഭം കുറിച്ചത്? പ്രത്യേകിച്ച് സഭയിലെ മേലധ്യക്ഷന്മാർ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ അപ്പസ്തോലന്മാർ സഭയുടെ ദൗത്യവും ഏന്തി, പ്രത്യേകിച്ച് ജീവൻ്റെ സുവിശേഷവും വഹിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും എത്തി സുവിശേഷം അറിയിച്ചതായി നമുക്കറിയാം. ഈ ജീവൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന വേളയിൽ പ്രധാനമായും റോമൻ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ കേന്ദ്രമാക്കിയാണ് ക്രൈസ്തവ സഭ വളർന്നു വന്നത്. പ്രധാനപ്പെട്ട പട്ടണങ്ങളോട് ചേർന്ന് ക്രൈസ്തവ സമൂഹങ്ങൾ രൂപപ്പെടുകയും ആ പട്ടണത്തിൻ്റേതായ രീതിയിലുള്ള സാംസ്കാരിക പൈതൃക പാരമ്പര്യങ്ങളോട് ചേർന്ന ആരാധനാ ക്രമങ്ങളും അവിടെ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ഇവിടെയെല്ലാം ഈ സഭാസമൂഹങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി പല സഭാസ്ഥാനികളെ, ശുശ്രൂഷകരെ അപ്പസ്തലന്മാർ ഏറ്റവും അടുത്ത പിൻഗാമികളോ നിയമിച്ചതായി നമുക്ക് കാണാം. അതിൽ പ്രധാനമായി നമ്മൾ കാണുന്ന എപ്പിസ്കോപ്പോയി അല്ലെങ്കിൽ ഓവർസിയർ എന്ന് വിളിക്കാവുന്ന മേലധ്യക്ഷന്മാരെയാണ്. മെത്രാൻ സ്ഥാനത്തുള്ള ഇവർ സഭാസമൂഹങ്ങളെ നയിച്ച് മുന്നോട്ട് പോയി. പിന്നീട് പട്ടണങ്ങളിൽ നിന്നും ചെറിയ പ്രദേശങ്ങളായ ഗ്രാമങ്ങളിലേക്കും അതിനോട് ചേർന്ന ആ പ്രൊവിൻസ് മുഴുവൻ സുവിശേഷം പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായി അവിടെയും സഭാസമൂഹം രൂപീകൃതമാകുകയും അവിടെയും മൂപ്പന്മാർ, പ്രെസ്ബിറ്ററോയി അല്ലെങ്കിൽ വൈദിക സ്ഥാനികളെ നിയമിക്കുകയും എവിടെയൊക്കെ സഭാസമൂഹങ്ങൾ കൂടുതലായി വളർന്നു അവിടെയൊക്കെ മെത്രാൻ സ്ഥാനികളെ നിയമിച്ചതായി നമ്മൾ കാണുന്നു. അങ്ങനെയാണ് വിവിധ ശുശ്രൂഷ സ്ഥാനങ്ങൾ സഭയിൽ ഉണ്ടായത്. ഏതൊക്കെ സംജയിലാണ് സഭാ അധ്യക്ഷന്മാർ പൊതുവെ അറിയപ്പെട്ടിരുന്നത്? സഭയിലെ മെത്രാൻ സ്ഥാനമാണ് ഒന്നാമതായിട്ടുണ്ടായത്. അതിനുശേഷം നമുക്കറിയാം പാത്രിക്കീസ് സ്ഥാനികർ ഉണ്ടായി. അതുപോലെ തന്നെ കാതോലിക്കോസ് സ്ഥാനം ഉണ്ടാകുന്നു. പിന്നീട് മഫ്രിയാൻ, ആർച്ച് ബിഷപ്പ്, മേജർ ആർച്ച് ബിഷപ്പ് തുടങ്ങിയ അനേകം ശുശ്രൂഷ സ്ഥാനങ്ങൾ ഓരോ സഭയുടെയും പാരമ്പര്യത്തിനനുസരിച്ച് രൂപീകൃതമായി എന്നുള്ളതാണ് സത്യം. അച്ഛൻ പാത്രിയാർക്കീസ് അല്ലെങ്കിൽ പേട്രിയാർക്കിനെ കുറിച്ച് സൂചിപ്പിച്ചു. എന്താണ് ഈ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാത്രിയാർക്കീസ് എന്ന പദം നമുക്കറിയാം ഒരു ബിബ്ലിക്കൽ നാമമാണ്. വിശ്വാസ പിതാവായ അബ്രഹാമിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ പദം ബൈബിളിൽ ഉപയോഗിക്കുന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ പാത്രിയാർക്കീസ് എന്ന സംജ്ഞയോടുകൂടിയ മേലധികാരികൾ സഭയിലില്ലായിരുന്നെങ്കിലും ക്രമേണ ഓരോ സഭാ സമൂഹങ്ങളിലും ഇപ്രകാരമുള്ള നാമം നൽകപ്പെടുകയും പ്രധാന മേലധ്യക്ഷനെ പാത്രിയാർക്കീസ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. നമുക്കറിയാം
കർത്താവിൻ്റെ സുവിശേഷം നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചപ്പോൾ റോമൻ സാമ്രാജ്യത്തിലെ ഭരണ സംവിധാനത്തിലുണ്ടായിരുന്ന ഡയോസിസസ്, പ്രോവിൻസസ് തുടങ്ങിയ അതേ ക്രമീകരണം തന്നെ സഭയിലും ഉണ്ടായി. സഭയിൽ ഈ ക്രമീകരണം ഉണ്ടായതനുസരിച്ച് ഓരോ പ്രോവിൻസിൻ്റെയും ചുമതലയുള്ള ആ പ്രധാന നഗരങ്ങൾ നയിക്കുന്ന മെത്രാന്മാർ മെത്രോപോലിസ് അല്ലെങ്കിൽ മെത്രാപ്പൊലിത്ത എന്ന പേരോടുകൂടി അറിയപ്പെടാൻ തുടങ്ങി. മെത്രാന്മാരും മെത്രാപ്പൊലിത്തമാരും അതിലുപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നയിച്ചിരുന്ന ഈ മെത്രാപ്പൊലിത്താമാരുടെ മേലും മെത്രാന്മാരുടെ മേലും അധികാരമുള്ള സഭാസ്ഥാനിയെ അറിയപ്പെട്ട പേരായിട്ട് മാറിയ പേരാണ് പാത്രിയർക്കീസ്. ഒന്നാമതായുള്ള പാത്രിയർക്കീസ് സ്ഥാനം നമ്മൾ കാണുന്നത് റോമിലെ പാത്രിയർക്കീസാണ്. പത്രോസ്ലിഹായുടെ പിൻഗാമികളായി വരുന്ന മെത്രാന്മാർ നമുക്കറിയാം. ഇപ്പോഴ് മാർപ്പാപ്പ അല്ലെങ്കിൽ പോപ്പ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ദ പേട്രിയാർക്ക് ഓഫ് ദ വെസ്റ്റ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. നിഖ്യാ സിനോദോസിൻ്റെ 6ാമത്തെ ക്യാനനാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. പാത്രിയർക്കീസ് എന്ന സംജ്ഞ നേരിട്ട് പറയുന്നില്ലെങ്കിലും പാത്രിയർക്കീസിനടുത്ത അധികാരം റോമിലെ മെത്രാന് ഉണ്ട് എന്ന സൂചന നിഖ്യാ സിനോദോസിലെ ഈ ക്യാനൻ നൽകുന്നുണ്ട്. പിന്നീട് ഇതൊരു ബഹുമതി നാമമായിട്ട് മാത്രം റോമൻ സഭയിൽ തുറന്നു. 2006 പരിശുദ്ധ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഈ സ്ഥാനം റോമിലെ മെത്രാന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയും ചെയ്തു. കാരണം റോമിലെ മെത്രാൻ എല്ലാ സഭകളുടെയും യോജിപ്പിക്കുന്ന തലവനായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഈസ്റ്റേൺ ചർച്ചിൽ നിന്നും വ്യത്യാസപ്പെട്ട ഒരു വെസ്റ്റേൺ ഫാദറായി റോമിലെ മാർപ്പാപ്പ അറിയാൻ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥത്തിലാണ് അദ്ദേഹം ഈ സ്ഥാനം വേണ്ടാന്ന് വെക്കുകയും ചെയ്തത്. രണ്ടാമത്തെ സ്ഥാനം നമുക്ക് കാണുന്നത് അലക്സാണ്ട്രിയൻ പാത്രിയർക്കീസിനാണ്. ഈ പേട്രിയാർക്കേറ്റ് ഒരു സുപ്ര എപ്പിസ്കോപ്പൽ പദവിയായിട്ട് നിലനിന്നുവെന്ന് അതിനും അടിസ്ഥാന കാരണം നൈഷ്യൻ കാനൻ തന്നെയാണ്. പിന്നുള്ള കാനൻ പ്രത്യേകിച്ച് കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ എഫേസോസിലെ കാനൻ നൽകുന്ന പിൻബലത്തിൽ അന്ത്യോക്യൻ സഭ ഒരു പാത്രിയർക്കീസ് സ്ഥാനമുള്ള സഭയായിട്ട് മാറുന്നു. പിന്നീടാണ് ബിസൻ്റൈൻ പാരമ്പര്യത്തിലുള്ള ഒരു സഭാകേന്ദ്രം ബിസൻ്റൈൻ കേന്ദ്രമാക്കി വരുന്നു, കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമാക്കി വരുന്നു. ഈ സഭയ്ക്കും കോൺസ്റ്റാന്റിനോപ്പിളിലെ ക്യാനൻ 3ഉം അതുപോലെ തന്നെ കാൽസിഡോൺ ക്യാനൻ 28 അനുസരിച്ച് ഈ സഭയ്ക്കും പാത്രിയർക്കീസ് അധികാരം ലഭ്യമാകുന്നു. പിന്നീട് ജെറൂസലേം പാത്രിയർക്കീസും ഉത്ഭവിക്കുന്നു. ഇനി ഈ 5 പാത്രിയർക്കീസ് സ്ഥാനങ്ങളാണ് സഭയിൽ ഉണ്ടായി വന്നത്. ഇതാണ് പൊതുവെ പാത്രിയർക്കീസ് സ്ഥാനത്തെക്കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന കാര്യം. അച്ഛാ, ആഗോള സഭയിൽ അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ 5 പാത്രിയർക്കീസുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സഭാചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കും, പ്രത്യേകിച്ച് ഭാരത സഭാചരിത്രം, അതിൽ തന്നെ കേരള സഭാചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് മഫ്രിയാൻ എന്നൊരു പദം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. സഭാ അധ്യക്ഷന്മാരെ കുറിക്കുന്ന ഒരു പദമാണിത്. എന്താണ് മഫ്രിയാൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഫ്രിയാൻ എന്ന വാക്കിൻ്റെ അർത്ഥം അഫ്രിയോനോ എന്ന സുറിയാനി പദത്തിൽ നിന്നാണ് ഈ വാക്ക് ഉണ്ടാകുന്നത്. ജനിപ്പിക്കുന്നവൻ, കൂടുതൽ ഫലം നൽകുന്നവൻ, പ്രോജനീറ്റർ, അങ്ങനെ പല അർത്ഥത്തിൽ ഈ വാക്കിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഭയിൽ കൂടുതൽ നന്മകൾ നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തിലെ നോൺ കാൽസിഡോണിയൻ വിഭാഗത്തിന് വേണ്ടി, അതായത് കൽക്കദോനിയ സുനോദോസിന് പഠിപ്പിക്കലിന് സ്വീകരിക്കാത്ത വിഭാഗം പേർഷ്യ സാമ്രാജ്യത്തിലേക്ക് അന്ത്യോക്യയിൽ നിന്ന് മാറി താമസിച്ചപ്പോൾ അവരുടെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആധ്യാത്മിക കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടി അന്ത്യോക്യൻ പാത്രിയർക്കീസ് നിയമിച്ച ഒരു കീഴ്സ്ഥാനിയാണ് മഫ്രിയാൻ എന്ന സ്ഥാനത്തോടുകൂടി അറിയപ്പെടുന്നത്. ഈ മഫ്രിയാൻ പ്രത്യേകിച്ച് തഗ്രിത്ത് കേന്ദ്രമാക്കിയാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ തഗ്രിത്തിലെ മെത്രാനായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയും തഗ്രിത്തിലെ മെത്രാന്മാർ ഒരുമിച്ച് കൂടി ഒരു സുനോദോസ് കൂടി ഈ മഫ്രിയാൻ്റെ അധികാര അവകാശങ്ങൾ തീരുമാനിക്കുകയും ചെയ്തതായിട്ട് ചരിത്രത്തിൽ കാണുന്നുണ്ട്. മർമത്തായിയുടെ ദയറായിൽ അവർ ഒരുമിച്ച് കൂടി. ഇത് 628 ഈ സംഭവം നടക്കുന്നത്. പിന്നീട് 829 മഫ്രിയാൻ സ്ഥാനാരോഹണം ചെയ്യുന്നതായി കാണുന്നു. അവിടെയും അന്ത്യോക്യൻ പാത്രിയർക്കീസ് മഫ്രിയാൻ സ്ഥാനത്തെ ബഹുമതിയോടുകൂടി കാണുന്നുവെന്ന് നമുക്കറിയാം. കാരണം ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം നടത്താനുള്ള, അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള അധികാരവും
ഈ തിഗ്രിത്തിലെ മെത്രാന്മാർക്ക് തന്നെ അന്ത്യോക്യൻ പാത്രിക്സ് നൽകുന്നുണ്ട്. അങ്ങനെ അന്ത്യോക്യൻ പാത്രിക്സുമായിട്ടുള്ള ആ ഒരു ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്നും തിഗ്രിത്തിലെ മെത്രാന്മാർ പരിശ്രമിച്ചിരുന്നു. എന്നാൽ അവിടെ എല്ലാം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി നമുക്ക് കാണാം. പിന്നീട് കാഫർത്തൂത്ത എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഒരു സിനഡിലാണ് അന്ത്യോക്യൻ പാത്രിക്കീസ് ഈ മഫ്രിയാൻ്റെ സ്ഥാനങ്ങൾ കൃത്യമായിട്ടും ഒരു നിയമങ്ങൾ വഴിയായിട്ട് ഡിഫൈൻ ചെയ്ത് പൂർണ്ണമാക്കുന്നത്. എന്നാൽ കൂടിയും ഈ സ്ഥാനം എന്നും ഒരു ടെൻഷൻ്റെ ഒരു സ്ഥാനമായിട്ട് നിലനിന്നു. അന്ത്യോക്യൻ പാത്രിക്കീസും മഫ്രിയാനും തമ്മിലുള്ള അധികാരത്തിലുള്ള തർക്കങ്ങളെന്നും ചരിത്രത്തിൽ നിലനിന്നു. 1264 മുതൽ 1288 വരെ തിഗ്രിത്തിലെ മഫ്രിയാനായിരുന്ന ബാർ എബ്രയ അദ്ദേഹത്തിൻ്റെ മഫ്രിയാൻ എന്ന സ്ഥാനത്തോട് ചേർത്ത് കാതോലിക്കോസ് എന്ന സ്ഥാനം കൂടി ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെ മഫ്രിയാൻ കാതോലിക്കോസ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. ക്രമേണ കാതോലിക്കോസ് എന്ന പേരിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തു. സെലൂഷ്യ സ്റ്റെസിഫണിലെ സഭയിലെ കാതോലിക്കോസ് ഇതിനെ എതിർക്കുന്നതായിട്ടും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കൂടി കഴിയും. 1860 അല്ലെങ്കിൽ 63 കാലഘട്ടത്തിൽ ബെസിലിയോസ് ബഹനാൻ എന്ന് പറയുന്ന മഫ്രിയാൻ്റെ കാലഘട്ടത്തിൽ ഈ തർക്കം കൂടുതലായിട്ട് വരികയും ഈ മഫ്രിയാനെ അന്ത്യോക്യൻ പെട്രിയാർക്കായിട്ടുള്ള യാക്കോബ് രണ്ടാമൻ മുടക്കുകയും ചെയ്യുന്നതായിട്ടും കാണുന്നു. പിന്നീട് അന്ത്യോക്യയിൽ നടന്ന സുനഹദോസിൽ വെച്ച് ഈ മഫ്രിയാൻ സ്ഥാനം എന്നേക്കുമായിട്ടും ഇല്ലാതാക്കുകയും ചെയ്തു. ഇതാണ് മഫ്രിയാൻ സ്ഥാനത്തിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മഫ്രിയാൻ സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആഗോള സഭയെ പരിശോധിക്കുമ്പോൾ പൗരസ്ത്യ പാശ്ചാത്യ സഭകളുണ്ട്. പൗരസ്ത്യ പാശ്ചാത്യ സഭകളിലെ സഭാ അധ്യക്ഷന്മാരെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ അവർ ചില പ്രത്യേക സംജ്ഞകളിൽ അറിയപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് കാതോലിക്കോസ് എന്ന് പറയുന്ന ഒരു നാമം. അത് എനിക്ക് തോന്നുന്നു പൗരസ്ത്യ സഭകളിലെ പിതാക്കന്മാരെ സൂചിപ്പിക്കുന്ന ആയിരുന്നു. എന്നാൽ എന്താണ് ഈ കാതോലിക്കോസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാതോലിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം സാർവത്രിക സഭാ തലവൻ, ഒരു പൊതു തലവൻ, പൊതു നേതാവ് എന്ന അർത്ഥമാണ്. അപ്പോൾ കാതോലിക്കോസ് എന്ന സംജ്ഞ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് 3-ാം നൂറ്റാണ്ടിലാണ്. 3-ാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ റോമിലെ ഒരു പ്രത്യേക ഏരിയയുടെ അധിപനായി ഒരു സ്ഥാനം ഉണ്ടായിരുന്നു കാതോലിക്കോസ് എന്ന പേരിൽ. അദ്ദേഹം ഒരു പ്രത്യേക ടെറിട്ടറിയുടെ ഭാഗമായി അത്രയും ഭൂപ്രകൃതിയിൽ അതിനെ നയിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് സൂചന. അപ്പോൾ റോമിലെ ഭരണ സംവിധാനത്തിലുള്ള ഡയോസിസസ്, പ്രോവിൻസസ് ഒക്കെ എപ്രകാരം സഭയിലേക്ക് കയറി വന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സംജ്ഞയും 5-ാം നൂറ്റാണ്ടിൽ സഭയിലും ഒരു സ്ഥാനമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആദ്യമായിട്ട് കാതോലിക്ക സ്ഥാനം അർമേനിയൻ ചർച്ചിലാണ് ഉപയോഗിച്ചു തുടങ്ങുന്നത്. അർമേനിയൻ ചർച്ചിൽ ഇപ്രകാരം സ്വീകരിച്ചെങ്കിലും പിന്നീട് അവർ കാതോലിക്കോസ് പെട്രിയാർക്ക് എന്ന് ആക്കി മാറ്റുകയും ഇപ്പോൾ അവരുടെ ഒരു സംവിധാനം അനുസരിച്ച് 2 കാതോലിക്കോയി ആണുള്ളത്. 2 കാതോലിക്കോസ്മാരാണ്. ഒരു സുപ്രീം കാതോലിക്കോസ് എക്മിയാസിൻ കേന്ദ്രമാക്കിയും സിസീലിയ കേന്ദ്രമാക്കിയും അദ്ദേഹത്തിൻ്റെ ഒരു കീഴ്സ്ഥാനിയായിട്ടുള്ള കാതോലിക്കോസുമുണ്ട്. ഇങ്ങനെ 2 കാതോലിക്കോസ് പെട്രിയാർക്ക് എന്ന പേരിലാണ് അവർ അറിയപ്പെടുക. എന്നാൽ കാതോലിക്ക സ്ഥാനം ശരിയായി നൈയാമികമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് സെലൂഷ്യ സ്റ്റെസിഫൺ സഭയാണ്, അല്ലെങ്കിൽ പേർഷ്യൻ സഭ എന്നൊക്കെ പേരിൽ നമുക്കറിയപ്പെടാം. അദ്ദേഹത്തെയാണ് കാതോലിക്കോസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് കൃത്യമായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. ആ സ്ഥാനം നൈസ്യ, അല്ലെങ്കിൽ അവർ പ്രത്യേകമായിട്ട് വിളിക്കുന്ന നൈസിയൻ ഫസ്റ്റ്, അല്ലെങ്കിൽ പേർഷ്യൻസിൻ്റെ നൈസിയൻ സിനഡ് എന്ന് വിളിക്കുന്ന ഒരു സുനോദോസ് വഴിയായി പ്രത്യേകിച്ച് 21 കാനൻസ് അവർ രൂപീകരിച്ച് ഈ കാതോലിക്ക സ്ഥാനത്തിൻ്റെ നൈയാമികമായിട്ടുള്ള ശക്തി അവർ കൂട്ടി സ്ഥാപിക്കുകയും ചെയ്യും. പേർഷ്യൻ സഭയാണ് ഈ നൈയാമികമായ സ്ഥാനത്തെ വളർത്തി വലുതാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത്. അന്ത്യോക്യൻ പാത്രിക്കീസ് കാലാകാലങ്ങളിൽ പേർഷ്യൻ സഭയ്ക്ക് വേണ്ട മെത്രാന്മാരെ നൽകിയിരുന്നു. എന്നാൽ പ്രത്യേകമായിട്ടും ഒരു ഓട്ടോണമസ് സ്റ്റാറ്റസിലേക്ക്, ഒരു സ്വതന്ത്ര പദവിയിലേക്ക് വരാൻ ആഗ്രഹിച്ച ഈ സഭാ സമൂഹം കാതോലിക്ക സ്ഥാനം 410 AD സ്വീകരിക്കുകയും പിന്നീട് ആ സ്ഥാനത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നൈയാമികമായി വിവിധ ക്യാനൻസ് വഴിയായി ഓരോ സമയത്തും വന്ന കാതോലിക്ക ബാബാമാർ അപ്രകാരം ആ സ്ഥാനത്തെ കൃത്യമായി നൈയാമികമായി ക്രമീകരിച്ച് ബലപ്പെടുത്തുകയും ചെയ്തു. ഈ സ്ഥാനം ഇന്ന് നിലനിൽക്കുന്നു. അവർക്ക് പിന്നീട് വന്ന സഭാ നേതാക്കന്മാർ അല്ലെങ്കിൽ സഭാധ്യക്ഷന്മാർ
കാതോലിക്ക സ്ഥാനത്തോടുകൂടി പേട്രിയാർക്ക് എന്ന പദവി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെ ഇന്നും നിലനിന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ മഫ്രിയാൻ സ്ഥാനം നമുക്കറിയാം 1863 സമയത്ത് 1863 സമയത്ത് അത് നിർത്തലാക്കുകയും ചെയ്തു. മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്ന ഒരു നാമം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കാതോലിക്കോസ് എന്ന നാമം ചിന്തിക്കുമ്പോൾ തന്നെ ആഗോള കത്തോലിക്ക സഭയിൽ ധാരാളം മേജർ ആർച്ച് ബിഷപ്പുമാരുണ്ട്. എന്താണ് ഈ മേജർ ആർച്ച് ബിഷപ്പ് എന്ന പദം കൊണ്ട് സഭ ഉദ്ദേശിക്കുന്നത്? ആദിമ സഭയിൽ ആർച്ച് ബിഷപ്പ് സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ റോമൻ സാമ്രാജ്യത്തിന് പുറത്തുള്ള സഭാ സമൂഹങ്ങളിലും അതുപോലെ തന്നെ മെത്രാപ്പൊലിത്താമാരുടെ മേലും, അതായത് ഒരു സുപ്രോ മെട്രോപൊളിറ്റൻ അധികാരമുള്ള മെത്രാപ്പൊലിത്താമാരെ സൂചിപ്പിക്കാൻ ആവശ്യമായൊരു പദം എപ്പോഴൊക്കെ ആവശ്യം വന്നോ അതിന് പ്രത്യേക ഒരു പദം ക്രമീകരിക്കാനുള്ള പരിശ്രമം എന്നും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പൗരസ്ത്യ കാനൻ നിയമസംഹിതയുടെ രൂപീകരണ വേളയിൽ അതിൻ്റെ കോഡിഫിക്കേഷൻ കമ്മിറ്റിയിൽ അംഗമായി പ്രവർത്തിച്ച അക്കാച്ചിയൂസ് കൗസ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു പേര് സജസ്റ്റ് ചെയ്യുന്നത്, മേജർ ആർച്ച് ബിഷപ്പ് എന്ന സംജ്ഞ. അതായത് ഒരു പ്രൊവിൻസിലെ മെത്രാന്മാർ, അവരെ നയിക്കുന്ന പ്രൊവിൻസിലെ പ്രധാനപ്പെട്ട മെത്രാപ്പൊലിത്താമാരുടെ മേലും അധികാരമുള്ള ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തായി വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ച പേരാണ് മേജർ ആർച്ച് ബിഷപ്പ് എന്ന സംജ്ഞ. പൗരസ്ത്യ കാനൻ നിയമസംഹിത അനുസരിച്ച് ഈ സ്ഥാനം പാത്രിയർക്കീസിന് തുല്യമാണ്. ഏതാനും കാര്യങ്ങളിൽ മാത്രമാണ് ഈ മേജർ ആർച്ച് ബിഷപ്പിന് പാത്രിയർക്കീസ് തുല്യമല്ലാത്ത അധികാരത്തിൽ കുറവുള്ളത്. മേജർ ആർച്ച് ബിഷപ്പ് പാത്രിയർക്കീസിനടുത്ത അല്ലെങ്കിൽ പാത്രിയർക്കീസിന് തുല്യമായ അധികാരം തന്നെയാണ് കാനൻ നിയമസംഹിത അനുസരിച്ച് ഉള്ളത്. ഇപ്രകാരം 4 മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയാണ് പൗരസ്ത്യ സഭകളുടെ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലുള്ളത്. ഒന്നാമതായിട്ട് ഉക്രൈനിയൻ കാതലിക് ചർച്ചിനെയാണ് 1960 സമയങ്ങളിൽ ആദ്യമായിട്ട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ട് ഉയർത്തുന്നത്. രണ്ടാമതായിട്ട് സീറോ മലബാർ സഭ 1992 ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തുന്നു. അതിനുശേഷം 2005 നമ്മുടെ സഭയെ മലങ്കര മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ചായിട്ട് ഉയർത്തുന്നു. അതിനുശേഷം അതേ വർഷത്തിൽ തന്നെ റൊമേനിയൻ കാതലിക് ചർച്ചിനെയും ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ട് ആഗോള കത്തോലിക്ക സഭയിൽ സ്ഥാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് മേജർ ആർച്ച് ബിഷപ്പും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകളും. അച്ഛൻ സെലൂഷ്യയിലെ സ്റ്റെസിഫൻ സഭയിലെ കാതോലിക്കോസിനെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. ആ കാതോലിക്കോസിൻ്റെ തുടർച്ചയായിട്ടാണോ പേർഷ്യയിലെ മഫ്രിയാൻ സിസ്റ്റം മുന്നോട്ട് പോകുന്നത്? ഇത് വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. ഈ 2 കാതോലിക്ക സ്ഥാനങ്ങളും അല്ലെങ്കിൽ മഫ്രിയാൻ സ്ഥാനവും കാതോലിക്ക സ്ഥാനവും ചരിത്രകാരന്മാർ പലരും തെറ്റായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ അങ്ങനെയല്ല. സെലൂഷ്യ സ്റ്റെസിഫനിലെ സഭയിലെ കാതോലിക്കോസ് ആണ് 410 ഉണ്ടാകുന്നത്. അതിൻ്റെ പിൻഗാമികൾ ഇന്നും തുടരുന്നു. എന്നാൽ പേർഷ്യൻ സാമ്രാജ്യത്തിലെ നോൺ കാൽസിഡോണിയൻ ഭാഗത്തിന് വേണ്ടി ഉണ്ടായ മഫ്രിയാൻ സ്ഥാനം പിന്നീട് കാതോലിക്കോസ് കൂടി കൂട്ടിച്ചേർത്തെങ്കിൽ പോലും ആ സ്ഥാനം ഇല്ലാതായി. അതുകൊണ്ട് പൗരസ്ത്യ കാതോലിക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത് പേർഷ്യൻ അല്ലെങ്കിൽ സൊല്യൂഷൻ സഭയിലെ കാതോലിക്കോസിനെയാണ് പൗരസ്ത്യ കാതോലിക്ക എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. മഫ്രിയാൻ സ്ഥാനം 1863 കാലഘട്ടത്തിൽ നിർത്തലാക്കിയെന്ന് നാം കണ്ടു. അതോടുകൂടി ആ സ്ഥാനം ഇല്ലാതാകുകയും ചെയ്തു. അതുകൊണ്ട് പൗരസ്ത്യ കാതോലിക്ക എന്ന ശരിയായി വിളിക്കാൻ പറ്റുന്ന സ്ഥാനം എന്ന് പറയുന്നത് സൊല്യൂഷൻ സഭയുടെ അല്ലെങ്കിൽ ദി ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്ന് പറയപ്പെടുന്ന സഭയുടെ കാതോലിക്കോസിനെയാണ്. അദ്ദേഹവും കാതോലിക്കോസ് പേട്രിയാർക്ക് എന്ന പിന്നീട് കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ പേട്രിയാർക്ക് എന്ന പേരിൽ മാത്രം അറിയപ്പെടുകയും ചെയ്യും. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത് ഈ മഫ്രിയാൻ സ്ഥാനത്തിനും കാതോലിക്കോസ് സ്ഥാനത്തിനും അധികാരത്തിൽ വ്യത്യാസമുണ്ട് എന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ? കാതോലിക്ക സ്ഥാനം ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ഥാനമായിട്ട് മാറുന്ന, അതായത് അതിൻ്റെ ഓട്ടോണമിയിൽ അല്ലെങ്കിൽ അധികാരത്തിൽ ഒരു കീഴ്സ്ഥാനിയല്ല. എന്നാൽ മഫ്രിയാൻ സ്ഥാനം പാത്രിയർക്കീസിന് വിധേയപ്പെട്ടിരിക്കുന്ന പാത്രിയർക്കീസിൻ്റെ കീഴ്സ്ഥാനിയാണ്. ഇതാണ് മഫ്രിയാനും കാതോലിക്കോസും തമ്മിലുള്ള ശരിയായ വ്യത്യാസം എന്ന് പറയുന്നത്. മഫ്രിയാന് എന്നും ഒരു പേട്രിയാർക്കിനെ അല്ലെങ്കിൽ ഒരു മേലധികാരിക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയാണ്. എന്നാൽ കാതോലിക്ക സ്ഥാനം പാത്രിയർക്കീസിന് തുല്യമായ സ്ഥാനം തന്നെയാണ്. റോമൻ സാമ്രാജ്യത്തിന് പുറത്തുള്ള സഭാ സമൂഹങ്ങളിലാണ് ഇപ്രകാരം കാതോലിക്ക സ്ഥാനം
രൂപം കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. കാതോലിക്ക സ്ഥാനം സ്വീകരിച്ചിരിക്കുന്നത് പാത്രിക്കീസ് എന്ന സംജ്ഞ റോമൻ സാമ്രാജ്യത്തിന് പുറത്തുള്ള സഭകൾക്ക് നൽകപ്പെടാതിരുന്നു. അങ്ങനെ കാതോലിക്ക സ്ഥാനം അതിന് തുല്യമായ സ്ഥാനമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് സഭയുടെ ചരിത്രത്തിൽ കാതോലിക്ക സ്ഥാനം നിലനിൽക്കുന്ന സഭാ കൂട്ടായ്മ ഏതൊക്കെയാണ്? പ്രത്യേകിച്ച് ആഗോള കത്തോലിക്ക സഭയുടെ സംസർഗത്തിൽ കാതോലിക്ക സ്ഥാനമുള്ള കത്തോലിക്ക സഭകൾ ഏതെങ്കിലും ഉണ്ടോ? കാതോലിക്ക സ്ഥാനം ഇന്ന് നിലനിൽക്കുന്ന സഭാ സമൂഹങ്ങൾ പലതുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു അർമേനിയൻ കാതോലിക് ചർച്ച്, അതുപോലെ തന്നെ അർമേനിയൻ ഓർത്തഡോക്സ് ചർച്ച്, ഈ സഭകൾ കാതോലിക്ക സ്ഥാനം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്ക സ്ഥാനം നിലനിൽക്കുന്നു. ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൽ കേരളത്തിൽ കാതോലിക്ക സ്ഥാനം പാത്രിക്കീസിന് കീഴ്സ്ഥാനിയാണെങ്കിലും കാതോലിക്ക സ്ഥാനം തന്നെ അദ്ദേഹത്തിന് ഉണ്ട്. അതുപോലെ തന്നെ മലങ്കര മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായ നമ്മുടെ സഭയിലും ഇപ്രകാരം കാതോലിക്ക സ്ഥാനം നിലനിൽക്കുന്നു. അപ്പം ആഗോള കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ കാതോലിക്ക സ്ഥാനം നിലനിൽക്കുന്ന ഏക സഭ എന്ന് പറയാൻ പറ്റുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയാണ്. ഇതാണ് നമ്മുടെ വ്യത്യസ്തത നൽകുന്ന ഒരു കാര്യം. ആഗോള കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ കാതോലിക്ക സ്ഥാനവും മേജർ ഓർത്തഡോക്സ് സ്ഥാനവും സമഞ്ജസമായി സമ്മേളിച്ച് ഉപയോഗിക്കുന്ന സഭയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ. അപ്പോൾ ആഗോള കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലെ ഏക കാതോലിക്കോസ് എന്ന് വിളിക്കാൻ പറ്റുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനെയാണ്. ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ ശ്ലീഹായാൽ ഭാരതസഭ രൂപം കൊണ്ടു എന്നാണ് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. മാല്യങ്കര എന്ന സ്ഥലത്താണ് മലങ്കര സഭ ജന്മമെടുക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് ഈ മലങ്കര സഭയിൽ കാതോലിക്ക സ്ഥാനം ഉടലെടുക്കുന്നത്? മാല്യങ്കരയിൽ മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്താൽ രൂപം കൊണ്ട സഭാ സമൂഹമാണല്ലോ ഉള്ളത്. ഇപ്രകാരം രൂപം കൊണ്ട സഭയ്ക്ക് ആഗോള കത്തോലിക്ക സഭയുമായിട്ടുള്ള സംസർഗം നഷ്ടമാകുന്ന ഒരു സാഹചര്യം 1653 കൂനൻ കുരിശ് സംഭവത്തോട് സംഭവിക്കുന്നു. എന്നാൽ ഈ കൂട്ടായ്മയിലേക്ക് തിരികെ പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം വളരെ ദീർഘകാലം ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് സത്യം. പുത്തൻകൂർ പഴയൂർ വിഭാഗമായി മാറിയ മലങ്കരയിലെ സഭാ അംഗങ്ങൾ അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള ആരാധനാക്രമത്തോടും സംവിധാനങ്ങളോടും ആകൃഷ്ടരായി അത് സ്വീകരിക്കുകയും അത് ഈ മലങ്കര സഭയിൽ ഉൾക്കൊള്ളുകയും ചെയ്തു. ചരിത്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ അന്ത്യോക്യൻ പാത്രിക്കീസ് കൂടുതലായിട്ടുള്ള അധികാര അവകാശങ്ങൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഭൗതിക വസ്തുക്കളുടെ മേൽ അധികാര അവകാശങ്ങൾ സ്ഥാപിക്കാൻ പരിശ്രമിച്ചപ്പോൾ അവിടെയെല്ലാം ചില തർക്കങ്ങൾ, മുടക്കുകൾ ഉണ്ടായതിൻ്റെ ഫലമായി ഒരു കാതോലിക്ക സ്ഥാനത്തിലൂടെ മലങ്കരയിലെ മെത്രോപ്പൊലിത്ത സ്ഥാനം ഉറപ്പിക്കാതെ, അല്ലെങ്കിൽ പാത്രിക്കീസിന് തുല്യമായൊരു സ്ഥാനം നൽകപ്പെടാതെ ഇവിടെ ഒരു ശാശ്വത സമാധാനം ഉണ്ടാവത്തില്ല എന്ന് മനസ്സിലാക്കിയ മലങ്കരയിലെ മെത്രാപ്പൊലിത്തമാർ അന്ത്യോക്യൻ പാത്രിക്കീസുമായിട്ടും അതുകൊണ്ട് തന്നെ ഒരു സ്വയംഭരണ അധികാരത്തിന് വേണ്ട പരിശ്രമങ്ങൾ നടത്തി. അതിനുള്ള തർക്കങ്ങളും ബുദ്ധിമുട്ടുകളും പലതരത്തിലുണ്ടായെങ്കിലും അന്ത്യോക്യൻ പാത്രിക്കീസായ അബ്ദുൽ മിശിക പാത്രിക്കീസ് ഇവിടെ വന്ന് വട്ടശ്ശേർ മാർ ദിവ്യനാസ്യോസ് തിരുമേനിയെ മുടക്കുകയും അതിനുശേഷം അബ്ദേദ് മിശിക പാത്രിക്കീസുമായി നമ്മുടെ പുണ്യപിതാവായ മാർ യോഹന്നാനോസ് തിരുമേനി, അന്ന് PT ഗീവറീസ് അച്ഛനായ മാർ യോഹന്നാനോസ് തിരുമേനി മുഖാന്തരം സംസർഗത്തിലെത്തുകയും അദ്ദേഹത്തെ ഇവിടെ സ്വീകരിക്കുന്നതിനും അങ്ങനെ അബ്ദേദ് മിശിക പാത്രിക്കീസിൻ്റെ നിയമന കൽപ്പന സ്താത്തിക്കോൺ വഴിയായിട്ട് കാതോലിക്ക സ്ഥാനം 1912 മലങ്കരയിൽ സ്ഥാപിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. അന്നത്തെ മെത്രാപ്പൊലീത്താമാരിൽ ഒരാളായിരുന്ന മുറിമറ്റം മാർ ഇവാനിയോസ് തിരുമേനിയെ ആദ്യ കാതോലിക്ക ബാവയായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ബെസേലിയസ് പൗലോസ് ഒന്നാമൻ എന്ന പേരിൽ കാതോലിക്ക ബാവയായിട്ട് അഭിഷിക്തനാകുകയും ചെയ്തു. അബ്ദേദ് മിശിക പാത്രിക്കീസ് തന്നെ അദ്ദേഹത്തെ ഇവിടെ വാഴിച്ച് നൽകുകയും നിയമന കൽപ്പന, അത് സ്താത്തിക്കോൺ എന്ന പേരിലാണ് അറിയപ്പെടുക, അതുവഴിയായിട്ട് ഈ കാതോലിക്ക സ്ഥാനം തന്നെ ഇവിടെ നൽകുകയും ചെയ്തു. അങ്ങനെ മലങ്കരയിലെ സഭ ഒരു സ്വതന്ത്ര സഭയായിട്ട് മാറും. എന്നാൽ പിന്നീട് അന്ത്യോക്യൻ പാത്രിക്കീസുമായി രമ്യതയിലെത്തി ഈ സഭാ സമൂഹങ്ങൾ ഒരുമിച്ച് പോകാൻ പരിശ്രമിച്ചു. അന്ത്യോക്യൻ പാത്രിക്കീസ് ഇവിടെ വന്ന് കാതോലിക്ക സ്ഥാന വാഴ്ചയിൽ പങ്കെടുക്കുന്നതായിട്ടും ഇതിനെ അംഗീകരിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. എന്നാൽ പിന്നീടും പല അവസരത്തിലും ഇതൊരു തർക്കത്തിൻ്റെ മേഖലയെ തന്നെ നിലനിൽക്കുകയും പൂർണ്ണമായും അന്ത്യോക്യൻ പാത്രിക്കീസിൽ നിന്നും
മോചനം പ്രാപിച്ച് 1934 ഭരണഘടനയുടെ ഓർത്തഡോക്സ് സഭാ സമൂഹമായി മാറി ഈ കത്തോലിക്ക സ്ഥാനം പാത്രിയർക്കീസിന് തുല്യമായ സ്ഥാനമാക്കി മാറ്റുകയും ചെയ്തു. ആഗോള സഭയിലെ വിവിധ സഭാ മേലധ്യക്ഷന്മാരുടെ പൊതുനാമങ്ങളെക്കുറിച്ചും അവയുടെ ഉത്ഭവത്തെക്കുറിച്ചും വളരെ വിശദമായിട്ടാണ് ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മോട് പങ്കുവച്ചത്. ഈ എപ്പിസോഡ് ഇനിയും തുടരും. തുടർന്നുള്ള എപ്പിസോഡുകളിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.